ഒരുപാട് കാലമായിട്ടുള്ളൊരു കാളച്ചന്തയാണിത്. ആഴ്ചയിൽ ഒരു ദിവസം ഉള്ളെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ കച്ചവടം നടക്കുകയാണ്. എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന കാളകളാണ്. എല്ലാത്തിനും കെട്ടിയിട്ടേക്കും, അതുകൊണ്ട് പേടിക്കാൻ നിൽക്കാം. കാള മാത്രമേ ഉള്ളൂ കേട്ടോ, എല്ലാം കാളയാണ്. അല്ല, പശുവുണ്ട്. പശുവുണ്ട്, പോത്തൻകുട്ടികളുണ്ട് ചെറുത്. അത് കുറച്ചേ ഉള്ളൂ അല്ലേ? കുറച്ചേ ഉള്ളൂ. അത് വളർത്താനല്ല കേട്ടോ, ചെറിയതിനെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് ആൾക്കാർ മേടിക്കും. ഈ കാളെ ഇന്ന് തന്നെ വിറ്റ് തീരുമോ? ആ, മൊത്തം എല്ലാവരും മേടിച്ചോണ്ട് പോയി. ഇതുണ്ടല്ലോ എന്ത് വണ്ടികളാണ് വന്ന് കിടക്കുന്നതെന്ന്. ഈ പിക്കപ്പിലൊക്കെ മേടിച്ചോണ്ട് പോകും ആൾക്കാർ. ആണോ? ആ, ഓട്ടം വന്നാണ്. വണ്ടിയുടെ അടുത്ത് വരെ ഈ വണ്ടിയെ പോകാം. ആണോ? ആ, എന്നാ കയറി. ഓട്ടം പോകാൻ ഇപ്പൊ MVD പിടിക്കും. ഇത് പ്രൈവറ്റ് വണ്ടിയാണല്ലോ. അങ്ങനല്ല, മുതലാളിമാരെ കൊണ്ടുപോകാൻ വന്നു. ഏത് ഇത് മറ്റേ മാർക്കറ്റിലാ, കളച്ചന്തല്ലേ? ഇതാ കൊടികുത്തി എന്ന് പറഞ്ഞ സ്ഥലം. പേര് വരാൻ കാരണം അതുപോലെ ഇവിടെ വല്ല കൊടിയും കുത്തിക്കാണ്. ഇവിടത്തെ മൊത്തം ഇതേണ്ട എന്തൊരു കൊടിയാന്ന് നോക്കി. അതായിരിക്കും. ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കൊടികുത്തി. നാസിർ മസ്ജിദ് കൊടികുത്തി. കൊടികുത്തിയുടെ ചരിത്രം വല്ലതും അറിയോ ഈ സ്ഥലപ്പേര് വന്നതില്? ഇവിടെ എസ്റ്റേറ്റ് ഏരിയ താഴേക്കില്ല. എസ്റ്റേറ്റ് ഏരിയയില് കൊടികുത്തി സമരം ചെയ്തതിന്റെ എന്തോ ഇതാണ്. അതാ കൊടികുത്തിയ സ്ഥലം എന്നുള്ളതാണ് കൊടികുത്തി. അങ്ങനെയാണ് കറക്റ്റ് കഥ എനിക്കും അറിയത്തില്ല, ഒരു ഏകദേശം ഇതേ അറിയത്തുള്ളൂ. ഡാമ ഇത് കണ്ടോ, ഈ താഴോട്ടൊന്ന് നോക്കിക്കേ. ഡാമി മഞ്ഞ് എന്നാ രസമല്ലേ? മഞ്ഞ് കാണാൻ വേണ്ടിട്ടേ ഒന്നാമത്. ഇത് മൊത്തം എസ്റ്റേറ്റാ, റബ്ബർ എസ്റ്റേറ്റാ. മൊത്തം മഞ്ഞ് മൂടി നിൽക്കുക, കോടമഞ്ഞ് മൂടി നിൽക്കുക. താഴോട്ട് കാണത്തില്ലല്ലേ? ആ, അതെ. അങ്ങാലെ ഒരു പള്ളിയുണ്ട്, അത് കണ്ടോ? ആകാശമേ താഴെ വന്ന പോലെ. ആകാശൻ ചേട്ടൻ അപ്പുറമുണ്ട്. ശരി, അതുകൊണ്ട് ആ മലയുടെ ചെരുവിലൊക്കെ അവിടെയൊക്കെ വീടുകളുണ്ട്. അതെല്ലാം റബ്ബർ വെട്ടിയിട്ട് കൈതേൻ റബ്ബറും കൂടെ വെച്ചേക്കുന്നത്. പെരുവന്താനം NH 183, നൂർ മസ്ജിദ് പെരുവന്താനം. സൂര്യ ഇപ്പൊ കണ്ട കാളച്ചന്തയില്ലേ, അങ്ങോട്ട് ഈ കാളകളെ എല്ലാം പണ്ട് നടത്തിക്കൊണ്ടായിരുന്നു വരുന്നത്. ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് നടത്തിക്കൊണ്ട് വരുന്നേ. ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ മാർക്കറ്റ്. അപ്പൊ അങ്ങനെ അന്ന് ഇതിലെ വരുമ്പോഴെല്ലാം എന്നിട്ട് ചാട്ടുണ്ട് ഇവരുടെ കയ്യില്. ഈ കൊണ്ടുവരുന്നവരുടെ ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ ചിലപ്പോ 10, 50, 100 എണ്ണം കാണും. ആ, അപ്പൊ 2-3 പേരുണ്ടായിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഇത് മാറാൻ വരുമ്പോ ചോട്ടൊക്കെ അടിയാണ്. ഓർക്കുന്നുണ്ടോ? നീ ഓർക്കുന്നുണ്ടോ? ആ, എത്ര കിലോമീറ്റർ നടക്കണമെന്ന് പറഞ്ഞു. ഈ ആഴ്ചക്കുള്ള ചന്തയ്ക്ക് ഇന്ന് ചെന്നിട്ട് പിന്നെ അടുത്ത് നടന്നു. നേരത്തെ തന്നെ നടന്നാലേ ഈ സമയത്ത് എത്തുള്ളൂ. അങ്ങനെയായിരുന്നു. ആ, ഇപ്പൊ പിന്നെ എല്ലാം വണ്ടിയല്ലേ കൊണ്ടുവരാൻ പറ്റും. അതൊരു കാഴ്ചയായിരുന്നു ഈ വഴി യാത്ര ചെയ്യുമ്പോ. അന്നൊക്കെ കോട്ടയം നെടുങ്കണ്ടം കട്ടപ്പന. ഇന്നലെ വൈകുന്നേരം നമ്മള് വീട്ടിൽ നിന്ന് പോന്ന് കുറച്ച് ഓടിക്കൊണ്ടത് വണ്ടിയൊക്കെ നിർത്തി എല്ലാരും കിടന്നുറങ്ങി. മുണ്ടക്കയം ബൈപ്പാസിൽ കിടന്നുറങ്ങി. അപ്പൊ ഇന്ന് നമ്മള് പാഞ്ചാലിമേടൊന്ന് കയറിപ്പോയി കുട്ടിക്കാനം ഒക്കെ ഒന്ന് ഇറങ്ങി അവിടെ എവിടെയെങ്കിലും നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യും. സൂര്യ ഇവിടെ പാഞ്ചാലിമേട് പോയിട്ടുണ്ടോ? പാഞ്ചാലിമേട് പോയിട്ടില്ല, രാമക്കൽമേടാന്ന് തോന്നല് പോയത്. ആണോ? ഓർക്കുന്നില്ല. ഇതുണ്ടോ, ഇതും കോട്ടയം കുമളി കമ്പംമെട്ട്. അതേപോലെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികളെല്ലാം ഈ കട്ടപ്പന നെടുങ്കണ്ടത്തു നിന്നും കുമളിയിൽ നിന്നും ഒക്കെ വരുന്ന വണ്ടികളാണ്. കോട്ടയം ചങ്ങനാശ്ശേരിയൊക്കെ പോകുന്ന വണ്ടികൾ. രാത്രിക്കൊക്കെ പിന്നെ വണ്ടിയുണ്ട് ഹൈറേഞ്ചിലേക്ക്. ആ മലഞ്ചെരുവുകളിലൊക്കെ വീടുകളുണ്ട്. അപ്പൊ ഇതാണ് പുല്ലുപാറ. പണ്ട് ഈ വണ്ടികളെല്ലാം ജീപ്പുകളെല്ലാം ഇവിടെ ഒന്ന് തണുപ്പിച്ചിട്ടായിരുന്നു പോകുന്നത്. ഈ കടയുടെ മുന്നിലെല്ലാം ഓരോ വീപ്പ് കാണും, അതിനകത്ത് നിറച്ച് വെള്ളവും മലയിൽ ഒഴുകി വരുന്ന വെള്ളം ഉണ്ടാവും. ഇപ്പൊ അതിന് തണുപ്പിക്കുന്ന കാര്യമില്ല ഇപ്പോഴത്തെ വണ്ടികൾക്ക്. അന്നൊക്കെ അങ്ങനെ അല്ലായിരുന്നോ? താഴേന്ന് ഇവിടെ കയറി വരുമ്പോഴത്തേനും ചിലപ്പോൾ ചൂടാകുമായിരുന്നു. അന്നൊക്കെ ലോഡും കൊണ്ടൊക്കെ വരുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ. ഇവിടെ നമ്മൾ പണ്ട് ചേസ് എടുത്തോണ്ട് വരുന്ന വഴിക്ക് ഇവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായി. അങ്ങനെ വഴി ബ്ലോക്ക് ആയിട്ട് ഇവിടെ നമ്മൾ കുറെ നേരം കിടന്നു. കുറെ നേരം അല്ല, ഒരു അല്ലേ? ആ, അതെ. ചേസല് നനഞ്ഞ് ഇരുന്നു. ഇവിടെ 2 വണ്ടി ഒരുമിച്ചെടുത്തല്ലേ. ഇതുവഴിയാ അന്ന് തമിഴ്നാടിന് ബോഡി കെട്ടാൻ പോയത്. 2 പേര് ഉണർന്നിട്ടില്ല, നല്ല ഉറക്കമാ. ഉണ്ടോ? ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ടോ? പാലൊഴുകുന്ന പോലെ. അതെ,
വാഗമണ്ണിലൊരു പാലൊഴുകും പാറയുണ്ട്, കേട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ട് കേട്ടോ. അത് ശരി. എന്നോടാണോ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇതിപ്പോ ഏട്ടനോടാണോ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടോന്ന്? ഇതൊക്കെ ഓർത്തിരിക്കണ്ടേ? എവിടൊക്കെ പോയിട്ടുണ്ടോ ഓർക്കുന്നില്ല, അതുകൊണ്ടാ. കുമളി പാഞ്ചാലിമേട് റൈറ്റിലേക്ക്, നമുക്ക് പാഞ്ചാലിമേട് ഒന്ന് കയറിയിട്ട് പോവേ. പോയേക്കാം. മുറിഞ്ഞ പുഴ. അപ്പൊ മുറിഞ്ഞ പുഴ എന്നാണ് നമുക്ക് റൈറ്റിലേക്ക് പോകേണ്ടത്. മുറിഞ്ഞ പുഴ എന്ന് പറഞ്ഞാൽ ഈ പുഴ ഇവിടെ എവിടെയെങ്കിലും മുറിഞ്ഞിട്ടുണ്ടായിരിക്കും. മുറിഞ്ഞിട്ടുണ്ടോ? അതെ. വില തിരിച്ചു വിട്ടതോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. ഇത് ഇവിടെ 4.5 കിലോമീറ്ററാണ് പാഞ്ചാലിമേട്. ഇതാണ് മുറിഞ്ഞ പുഴ. ഇവിടെ നമുക്ക് റൈറ്റിലേക്ക് പോവാം. പരുന്തുംപാറ ഇവിടെ നേരെ 15 കിലോമീറ്റർ. മഞ്ഞ് കാരണം ഒന്നും കാണത്തില്ലായിരിക്കും, മഞ്ഞായിരിക്കും. അതെ. ഈ മുറിഞ്ഞപുഴ വരുമ്പോൾ എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ജീപ്പയിലെ ആദ്യ ലോങ് ട്രിപ്പ് ആയിരുന്നു മുറിഞ്ഞപുഴയ്ക്ക്. ഇന്നിയാർത്തുള്ളിൽ നിന്ന് ഇവിടെയൊക്കെ മണ്ണടിഞ്ഞ് കിടപ്പുണ്ട്. നല്ല മഴയായിരുന്നു. ഇന്നേക്കാളും മഴ കുറവുണ്ട് കേട്ടോ, പക്ഷെ മൂടലാണ്, പറയാൻ പറ്റിയല്ല എങ്ങനെയാന്ന്. എപ്പോ വേണമെങ്കിലും മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. കാലാവസ്ഥ വകുപ്പിലായിരുന്നു നേരത്തെ. സ്ഥലം ഏറ്റവും വന്നോ? ഇത് നമ്മള് പഞ്ചാലിമേട്ടിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. എനിക്ക് വിശക്കുന്നു. വിശക്കുന്നുണ്ട്. ഇവിടെ കടയൊന്നും ഇല്ല, എല്ലാം കഴിക്കേണ്ടി എല്ലാം ഉണ്ടാക്കേണ്ടി വരും. ഞങ്ങള് ചായയൊക്കെ ചെറുതായിട്ടൊക്കെ കഴിച്ചു. ചെറുകടി നല്ല ചൂട് ഉഴുന്നോടെ പഴംപൊരി, ഇലയുടെ പഴംപൊരി. നല്ല സ്ഥലം. നേരത്തെ കാണായിരുന്നു, ആകാശം താഴോട്ട് ഇറങ്ങിയ പോലെയായിരുന്നു. രാവിലെ ചെറിയ തെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോ കണ്ടോ, നല്ല മഞ്ഞായി. മഞ്ഞുമായി നല്ല മൂടലുവാ, ഇരുട്ടാ. സമയം 7 മണി എങ്ങോട്ട് ആയതുള്ളൂ. 8 മണി ആയത്. ഇവിടുന്ന് വേണേലും നമുക്ക് തെക്കേമലയ്ക്കും മുണ്ടക്കയത്തിനും ഒക്കെ ഇറങ്ങിപ്പോ. ഇതേ കപ്പലുവങ്ങ എന്ന് പറഞ്ഞ സ്ഥലമാണ്. കപ്പലുവങ്ങ. പാഞ്ചാലിമേട് ഇവിടുന്ന് 400 മീറ്റർ കൂടെ ഉള്ളു. ഒന്നും കാണത്തില്ല. നല്ല രസം. ആകാശത്ത് ചെയ്യുന്ന പോലെ ഉണ്ടല്ലേ? മറ്റേ വിമാനത്തെ യാത്ര ചെയ്യുന്ന പോലെ. വിമാനത്തെ യാത്ര ചെയ്യുന്ന പോലെ എന്ന് പറയാൻ പറ്റിയല്ല. അന്നേരം ഈ മരങ്ങളും ചെടികളും ഒന്നും ഇല്ലല്ലോ. ഇല്ല അല്ലേ, ഇങ്ങോട്ട് നോക്കിയാലും വെള്ള കളർ. ഇപ്പൊ നമ്മൾ പാഞ്ചാലിമേട് എത്തി. അതിലേ അങ്ങോട്ട് കയറി പോന്നെ വ്യൂ പോയിന്റ്. അവിടെ ഇതിലെ കുരിശുമലയ്ക്കും കയറി പോന്ന ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രം പാഞ്ചാലിമേട്. നമുക്കേ അപ്പുറത്ത് പോയി ഫ്രഷായി എന്നിട്ട് തിരിച്ചു വരാം. സമയം 4, ഇവിടെ 9 മണിക്ക് വല്ലതും ആയിരിക്കും. അത് വെയില് തെളിഞ്ഞിട്ടാണെങ്കിൽ നടക്കിയല്ലോ കേട്ടോ. വെയില് എപ്പ തെളിയാനാ? അതെ. ആദ്യം ഒരു കടുങ്കാപ്പി വെക്കുവാണല്ലേ? അതെ, വെക്കുക. പൊക്കം കൂടി പോയി. വണ്ടി അങ്ങോട്ട് ചെരിഞ്ഞ് കിടക്കാതാ. അതല്ലേ പൊക്കമുള്ള ആളെ അടുത്ത് നിൽപ്പുണ്ടല്ലോ, അങ്ങോട്ട് കൊടുക്കും. ഇന്നലെ അടുപ്പിച്ചു കൊടുക്കുള്ളൂ. പാചകം എല്ലാം ഞാനോ? വെള്ളം പോരെ? മതി മതി. എവിടെ നിങ്ങളെവിടെ? സ്ഥലം എവിടെ? കൊല്ലം. കൊല്ലത്തെവിടെ? കുണ്ടറ. രാവിലെ പോന്നോ അതോ ഇന്നലെ വന്നോ? അല്ലല്ല, നമ്മള് രാവിലെ 4 മണി. ഓ, വെളുപ്പിനായിട്ട് പോന്നു. നിങ്ങൾ 4 പേരുടെ കറങ്ങാൻ ഇറങ്ങിയാണ്. എങ്ങോട്ടാ പ്ലാന്? ഞങ്ങള് നേരെ നിങ്ങളെ വണ്ടി കണ്ടോട്ട് കറങ്ങി വന്നതാ. വണ്ടി കണ്ടോട്ട് ഇങ്ങോട്ട് വന്നോ? നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചപ്പോ നമ്മൾ പുറകെ വന്നത്. പാഞ്ചാലിമേട് നിങ്ങൾ റൈറ്റ് എടുത്ത സമയത്ത് അല്ല, ഇത് നല്ലൊരു സ്ഥലമാണ്. നല്ലൊരു ഇതാ. മഞ്ഞും എപ്പോഴും മോളിൽ നടന്ന് കയറിപ്പോ ഇല്ല അങ്ങോട്ട് കയറില്ല. അങ്ങോട്ട് കയറിപ്പോ നമ്മളാ അവിടെ ഒരു എൻട്രൻസ് ഉണ്ടല്ലേ, അവിടെ നിന്നകത്ത് കയറിപ്പോ ഈ കുറച്ച് ഈ ഒരു മലയുടെ മുകളില്. ഇനിയിപ്പോ ഒന്നും കാണാനില്ല, മഞ്ഞായിരിക്കും. നല്ല പാഞ്ചാലിമേടിന് മുമ്പ് നിർത്തിയിട്ട് അവിടെ എന്തായാലും കൊടാണെന്ന് പറയാം. അവിടെ കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു വന്നത്. നിങ്ങൾ വണ്ടി എന്തായാലും ഇങ്ങോട്ട് വന്നു നോക്കാന്ന് പറഞ്ഞിട്ട് കണ്ടോ. പിന്നെ ഇവിടെ വന്നെ അതിനേക്കാളും വൈബ് കോടയുണ്ട്. ഇതിലെ പിന്നെ വീണ്ടും അതിലെ ഇറങ്ങി മുണ്ടക്കത്തിനൊക്കെ പോ കുറെ വഴികളുണ്ട് ഇതില്. നല്ല ഇതാ, മഴയില്ലാത്തോണ്ട് നല്ല. ഇവിടെ എത്ര ദിവസത്തേക്ക് ഉണ്ട്? ഓ, ഞങ്ങളങ്ങനൊന്നുമില്ല. ഞങ്ങളിപ്പോ ഇതിലേക്ക് ഇറങ്ങി. ഞങ്ങളെപ്പോഴും വരുന്നതല്ലല്ലോ ഇവിടെ. സ്റ്റേ ഒന്നുമില്ല, ഇതിൽ തന്നെ സ്റ്റേ. അതെ, ഞങ്ങൾ ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് പോകുന്ന മുണ്ടക്കയത്ത് വന്ന് സ്റ്റേ ചെയ്ത് ഫുഡെല്ലാം കുക്കിംഗ് എല്ലാം വണ്ടിയെ തന്നെയാ. അതെ 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 അതെ. ആകാശ്. എന്നെ പേരെങ്ങനെ? ടോട്ടല് ഞങ്ങൾ 4-5 പേരേ ഉള്ളൂ. ശ്യാം. നമ്മുടെ ഷൈൻ.
അഖിൽ അഖിൽ, മനോജ്, എല്ലാവരും അടുത്തടുത്ത് തന്നെയാണോ അവിടെ? ആ ശരി. അതെ, പൊക്കം കൂടുതലായതുകൊണ്ടേ ഇച്ചിരി പാടാ. സ്റ്റൂൾ വേണോ? ആ, സ്റ്റൂൾ എടുത്തിട്ട് വെളിയിരിക്കാലോ. ആ, ഇവിടെ ഇരിക്കാം. നിങ്ങള് ചുമ്മാ കറങ്ങാറങ്ങിയതാണോ? അതെ അതെ. നമ്മളെപ്പോഴും കാണിക്കുന്നു യൂട്യൂബിലാണ്. ഇപ്പൊ രാവിലെ വന്നോ? ഇപ്പൊ വന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ സ്ഥലവും ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയാ. ഞങ്ങള് റിസോർട്ട് നടത്തുന്ന ആളുകളാണ്. രണ്ടുപേരും കേട്ടേക്കണം റിസോർട്ട്. രാവിലെ പോകുന്ന വഴി അങ്ങോട്ട്. ആണോ? എന്താ ഫുഡ്? രാവിലെ അപ്പോ വണ്ടി കണ്ടപ്പോഴേ ഇങ്ങനെ ഇത് വരച്ചു വെച്ചപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് പേരെന്താ? എന്റെ പേര് ഷിജു. ഓക്കെ, എന്നാ നടക്കട്ടെ. ഹായ്. ഹായ്. കാപ്പി കുടിച്ചിട്ട് പോവാം. ചാലനേരം നിന്നാ കടുകാപ്പി വെക്കുന്നു, മുട്ടക്കറി ആവുന്നു. വളരെ താങ്ക്സ് പറയാൻ. ഞങ്ങൾക്ക് തിരക്കുണ്ട്. ആയതുകൊണ്ട് വെള്ളം തിളയ്ക്കുന്നില്ല. അതിനുള്ള തണുപ്പില്ലല്ലോ. ഇല്ല, വെള്ളത്തിന് അറിയത്തില്ലല്ലോ. വെള്ളത്തിന് അറിയത്തില്ലെന്നോ? ഇത് കഴുകി തന്നേനാ. അതെ, അങ്ങനെ പൊക്കം ഇല്ലാത്തവരെ ആക്ഷേപിക്കാതെ. എനിക്കും പൊക്കമില്ല, ഈ പറയുന്ന ഹൈറ്റ് തന്നെ ഉള്ളൂ. അതിനാണ് ആകാശം നിർത്തിയേക്കുന്നത് ഇപ്പൊ തൽക്കാലം. പറഞ്ഞ പോലെ ഞാനൊരു ഈഫൽ ടവർ ആണല്ലോ. നമ്മളെ വെച്ച് നോക്കുമ്പോൾ ഒരു ഈഫിൽ ടവർ അല്ലേ? അതെ, അകത്ത് വെച്ചരിഞ്ഞാലേ ദാമിക്കുട്ടി ഓടിക്കും. ഇവിടെ നല്ല സൗകര്യ. അത് നല്ലല്ലേ? നല്ല രസമുണ്ട്, ചൂടൊന്നുമില്ല. മഞ്ഞത്തിരുന്ന ഒരു കുക്കിങ്. അതെ, നല്ല തണുപ്പ്. ഓ, നമ്മളെ നനയ്ക്കാൻ വേണ്ടി തന്നെയായിരുന്നു. ഇപ്പൊ മഴ പോയി. വെളിയിലോട്ട് കൊണ്ടുപോകണോ ഇനി? ഓ, ഇനിയിപ്പോ ഇവിടെ വെച്ച് ഉണ്ടല്ലേ. കോച്ചിന് മാത്രമേ ഉത്തരവാദിത്തം ഉള്ളൂ, അല്ല താമക്കുട്ടി? KSRTC കണയങ്കൽ പോകുന്ന വണ്ടിയാ, കണയങ്കവയൽ. സൂര്യൻ അപ്പുറം, ആ മലകൾക്കപ്പുറയുണ്ട്. അത് പിന്നെ മൂടലായി തുടങ്ങി. മഞ്ഞ് വന്ന് മൂടുക, വീണ്ടും മഴ ചാറാൻ. കാർമേഘം വന്ന് മൂടുക. ഇത് തെളിയുമ്പോ നല്ല രസം ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അത് മൂടിപ്പോവാണല്ലോ. മഞ്ഞുള്ളതല്ലേ ഇച്ചിരൂടെ രസം. സ്ഥലം കാണാൻ ഇച്ചിരൂടെ നല്ലത് തെളിഞ്ഞ അന്തരീക്ഷ. നേരത്തെ വന്നിട്ടുണ്ടോ ഇവിടെ? നിങ്ങളിവിടെ? അല്ല, വേറെ ആരുണ്ടോ? അച്ഛൻ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയപ്പോ ഞാൻ അങ്ങോട്ടായിരുന്നു. അല്ല, വന്ന ഓർക്കുന്നുണ്ടോ? ഒത്തിരി നാൾ മുമ്പ്. പണ്ട് എനിക്കൊന്ന് എണ്ടവറിനാന്ന് നമ്മളല്ലേ? എല്ലാവരും കണ്ടാണ്. ഒത്തിരി മുന്നേ ഒന്നും അല്ല, 3-4 വർഷം മുന്നേ. അല്ല, എല്ലാവരും അടുത്തിട്ട് അത്ര ആയുള്ളല്ലോ. അല്ല, അതിൽ കൂടുതലായി. എന്നിട്ട് എന്നാ വേറെ ഏതോ വണ്ടിക്ക് എന്തായാലും വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നു. മുട്ടക്കറി വാങ്ങാറായി. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് വാങ്ങാം. തേങ്ങാപ്പാൽ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എത്ര ഒഴിച്ചാൽ മതിയോ തേങ്ങാപ്പാല്? മതി. അപ്പത്തിന് അധികം ചാറ് വേണ്ടല്ലോ. അപ്പോൾ ഒഴിച്ചോ. ഇനി സ്റ്റിയറിംഗ് ഇട്ട് കറക്കുന്ന പോലെ 2 കറക്ക്. ഇത് 2 കൂടുതലുണ്ടല്ലോ കറക്കം. ഒരു വട്ടം ഒന്ന് ശരിയാണ്. പിന്നെ അപ്പത്തിനും ഒരു ചരിവാണ്. വണ്ടി ചരിഞ്ഞ് കിടക്കുന്നുണ്ട്, അപ്പത്തിനും ചരിവാ. അപ്പോൾ റെഡിയായി. ഇനി മുട്ടക്കറികളെ കൂട്ടി എല്ലാരും കഴിച്ചോ. ചേച്ചിയെ കണ്ടു, സന്തോഷം. പേരനെ? എൻ്റെ പേര് പ്രതീഷ്. ഇവിടെ തന്നെ വീട്, കണയങ്കവൽ. അത് തൊട്ട് താഴെ. ആണോ? ഇവിടെ തൊട്ട് താഴെ. കാലാവസ്ഥ ഇങ്ങനെ മാറി മറിഞ്ഞു നിൽക്കാം. അതെ, ഒന്ന് മഴ പെയ്യും, തെളിയും. ഇപ്പം നല്ല തെളിഞ്ഞു നിൽക്കാം. അപ്പൊ എന്നാ പിന്നെ നമുക്ക് പാഞ്ചാലിമേട്ടിലേക്ക് കയറിയേക്കല്ലേ? കാപ്പുടി കഴിഞ്ഞു, എല്ലാരും ഡ്രസ്സൊക്കെ മാറി. അല്ല, പാഞ്ചാലിമേട് പുറയില്ല, അത് തിരിച്ചു വരുമ്പോ കയറാം. നമുക്ക് ഇതിലെ കണയങ്കവൽ വരെ പോയിട്ട് വരാം. രണ്ടുപേരും വന്നിട്ടുണ്ടല്ലോ, മഴ നനയാതെ വന്ന്. ഇവനെ കണ്ടല്ലേ, കുറുക്കന്റെ ഷേപ്പാ അല്ലേ? പിന്നെ പോയേക്കാം, എടുത്തോ. ഇനി വന്നേ. ഇവര് നമ്മുടെ കൂടെ പോരുക കേട്ടോ. നിർത്തുന്നിടത്ത് ഫ്രണ്ടിലോട്ട് പോരുക. വീണ്ടും നല്ല മഞ്ഞ് ഇറങ്ങി. കുറച്ച് വെയിൽ തെളിഞ്ഞതായിരുന്നു. നല്ല ക്ലൈമറ്റ്. ഇവിടെ മിക്കവാറും ഇങ്ങനെ തന്നെയാണ്.
പണ്ട് ഞാനൊരു ഓട്ടം വന്ന കാര്യം പറഞ്ഞില്ലേ, അത് കണയങ്കവയലിനായിരുന്നു അന്ന്. ഇതാണ് കണയങ്കവയൽ പള്ളിയാണ്. സെന്റ് മേരീസ് ചർച്ച്, കാഞ്ഞിരപ്പള്ളി രൂപത. സ്ഥാപിതം 1954. കണയങ്കവയൽ. തടി ലോഡ് കയറ്റുന്നു. റബ്ബറാന്ന് തോന്നുന്നു അല്ലേ? റബ്ബർ തടി. അമ്മ വന്നില്ല. ഇല്ല. ഞങ്ങള് ചുമ്മാ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ഇറങ്ങിയത്. ചിറ്റയൊക്കെ ഉണ്ട്. നമ്മൾ ഇത്രയും പൊക്കത്തിലാണോ നിക്കുന്നത്? നമ്മള് ഹൈറ്റിലല്ല. അവിടെ നേരത്തെ നമ്മളെ പാഞ്ചാലിമേട്ട് നിന്നാലും താഴെയാ. താഴെ ഇറക്കം ഇറങ്ങിയില്ല വന്നേ. അവിടെ എല്ലാം മലനിരകളാണ്, മഞ്ഞ് മൂടിയോണ്ട് കാണത്തില്ലൊന്നും. കൊറേ മലകളുണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ട്. വനമല്ലേ ആ ഏരിയ? കുറച്ചൊക്കെ കൊറേ വനമാ. ഇവിടെ ഈ ആദ്യം കാണുന്ന മലയിലൊക്കെ വീടുകളുണ്ട്. അല്ല, ഇത് താഴെയുണ്ട് വീടുകളുണ്ട്. അവിടെ എല്ലാം എല്ലാ മലകളിലും വീടുകളുണ്ട്. നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒരു വീട് വെക്കായിരുന്നു. ഇവിടെ വന്ന് താമസിക്കാനാ? ഇല്ലേ 1-2 ദിവസത്തേക്ക് ഏതെങ്കിലും ഹോം സ്റ്റേ പോയി താമസിച്ചാലും മതി. അല്ല, വണ്ടി ഇട്ടാ പോരെ അങ്ങോട്ട്? നമ്മുടെ വണ്ടി എവിടെയെങ്കിലും ഒതുക്കി ഇട്ടാ പോരെ? അവിടെ വരേക്കും വണ്ടി ഇറങ്ങി പോവോ? അത് പോകത്തില്ല. അവിടെ ചെറിയ വഴിയായിരിക്കും. അത് നമ്മളെ തോക്കുമാരന്റെ വണ്ടി കൊണ്ടുവരണം. ക്യാരവൻ മുകളിലിട്ട് നമ്മള് സൂര്യൻ രാജേഷൊക്കെ കുറച്ച് ഓഫീസ് വർക്കിൽ അവിടെ ഇരുന്നു. അപ്പം ഇങ്ങനെയുള്ള ചെറുവഴികളിലൊക്കെ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടിയും കൂടെ കൊണ്ടുവന്നേ. കണ്ടോ, ഇത് ഒരു പഴയ പള്ളിയാണ്. കല്ല് കെട്ടിയ പള്ളി. നമ്മൾ തിരിച്ചു പോവാം. കെ സ്റ്റോർ കണയങ്കവയൽ. റേഷൻ കടയുടെ പുതിയ പേരാ കെ സ്റ്റോർ. റേഷൻ കടയെല്ലാം മോഡേൺ ആക്കി. ഇവിടെ തേയില കൃഷിയുണ്ട്. തേയിലയാ നിൽക്കുന്നത്. അത് തേയിലയാ. കൊക്കോയും ഉണ്ടായിരിക്കും. കാപ്പി, കൊക്കോ, കുരുമുളക്, റബ്ബർ, തേയില, ഏലം, ഈ കൃഷി എല്ലാം ഉണ്ട് ഇവിടെ. തെങ്ങും പ്ലാവും കമുകും എവിടെയുണ്ട് കേരളത്തിൽ. കമുക് പിന്നെ വലിയ കൃഷിയായിട്ട് ചെയ്യുന്നില്ലെന്നുള്ളേ ഉള്ളൂ, കുറവാണെന്നുള്ളേ ഉള്ളൂ. പിന്നെ മലബാർ സൈഡ് ഉണ്ട് കേട്ടോ കമുക് നല്ലപോലെ കൃഷി ചെയ്യുന്നത്. നമ്മുടെ ഭാഗത്തൊക്കെ കുറവാന്നുള്ളൂ. പിന്നെ ഇവിടുത്തെ തേയിലയൊന്നുമേ അത്ര ഒരു മറ്റേ ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഒരു മറ്റേന്ന് പറഞ്ഞാൽ ഈ മുട്ടക്കുന്ന തേയില മാത്രമല്ലേ ഉള്ളൂ. ഈ കണയങ്കവലിന് പണ്ട് വന്നത് ഈ പള്ളിയിൽ ഒരു മരിച്ചടക്കിന് ഓട്ടം വന്നായിരുന്നു. ഞാൻ ജീപ്പും കൊണ്ട് ജീപ്പും കൊണ്ട്. ഇതുണ്ട് ഇവിടെ തേയില വലിയ കുഴപ്പമില്ല. അതൊരു 91-92 കാലഘട്ടത്തിലാണ്. എവിടെ ഇതാണോ വീട്? ശരി. എന്നാ പേരെന്നാ? ലിജോ. ശരി. ഇവിടെ ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ടല്ലോ. 63 ഏത് മുറിഞ്ഞപുഴയിൽ നിന്ന് ഇങ്ങോട്ടോ? ശരി. ഈ കാണുന്നതാണ് പാഞ്ചാലിമേട്. അപ്പൊ നമുക്ക് അവിടെ മുകളിലൊന്ന് കയറിപ്പോവാ അല്ലേ? പക്ഷെ മഴയുണ്ട്, ചെറിയ ചാറ്റമഴ. മഴക്കാലത്ത് മഴയൊക്കെ ഒന്ന് ആസ്വദിച്ച് പോകണ്ടേ? കുഴപ്പമില്ല. എല്ലാവർക്കും ചുമയും ജലദോഷവും ഒക്കെ ആയോണ്ടാ. റെയിൻകോട്ട് ഉണ്ട്, റെയിൻകോട്ട്. പാഞ്ചാലിമേട്ടില് കേറുമ്പോഴേ ഇതുപോലെ മഞ്ഞില്ലായിരുന്നേ നല്ല വ്യൂ പോയിന്റ്. നല്ലായിരുന്നു. മഞ്ഞ് അവിടെ ചിലപ്പോ തെളിവായിരിക്കും, പെട്ടെന്നല്ലേ തെളിയുന്ന. താഴോട്ട് ഇറക്കിയിടാ പിന്നെ അല്ലേ? താഴോട്ട് ഇറക്കിയിടാ, അവിടെ സ്ഥലമുണ്ട്. എന്തായാലും ഇപ്പൊ മഴയില്ല. ആ നേരം നോക്കി വേഗം കണ്ടിട്ട് ഓടി വരാം. പാഞ്ചാലിമേട്ടിലെ പ്രദേശവാസികളായ ഞങ്ങൾ ഈ ഭൂമിയെ അമ്മയായി കണ്ട് ആദരിക്കുന്നു. പ്രകൃതിയുടെ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ നിങ്ങളെയും ക്ഷണിക്കുന്നു. എന്നാൽ ഈ ഭൂമി മലിനമാക്കപ്പെടുന്നത് ഞങ്ങൾ സഹിക്കില്ല. നിങ്ങളുടെ ഉപയോഗത്തിനായി വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ദയവായി അത് ഉപയോഗിക്കുക. അതുവഴി നമുക്ക് നമ്മുടെ പ്രകൃതിയെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാം. വേസ്റ്റ് ബിന്നൊക്കെ അവിടെ കാട്ടിലിരിപ്പുണ്ട്. പക്ഷെ വേസ്റ്റ് എല്ലാം ഇതിലെ വഴി കൂടെ കിടപ്പുണ്ട്. നമ്മൾ ആ വണ്ടി ഇട്ടെടുത്തും കിടപ്പുണ്ട്. വേസ്റ്റ് ബിൻ ഇവിടെ ഒരു വേസ്റ്റ് ആയിട്ടിരിക്കുക. ഒന്നുമില്ല. അമ്മ വീട്ടിലാ. അമ്മയൊക്കെ ഉൾപ്പെടുത്തായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാം നിങ്ങളുടെ ഫാൻസ്. ജീൻസാ നിങ്ങളുടെ കട നമ്മുടെ ഷോപ്പ് കൊടുത്തോട്ടെ. ചേച്ചിയുടെ പേര്? എൻ്റെ പേര് സിൽവി. സിൽവി. ചേട്ടൻ്റെ പേര്? ജെയിംസ്. ചേച്ചി പേര് ഇവിടെ ക്ലീൻ ചെയ്യായിരുന്നു. അപ്പൊ ഞങ്ങൾ ചോദിക്കായിരുന്നു അവിടെ ക്ലീൻ ചെയ്യുന്നില്ലേ? അങ്ങോട്ടില്ലായിരുന്നു വഴി സൈഡ്. ഞങ്ങൾ ഇവിടുത്തെ ഡ്യൂട്ടിക്കാരാണ്. DTPC അതെ, ഞങ്ങളായിരുന്നു അവിടെ എല്ലാം എടുത്തോണ്ടിരുന്നത്. ഞങ്ങളായിരുന്നു. അത് കഴിഞ്ഞ്
സ്ഥിരമായി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇതിന്റെ അകം തന്നെ ഭയങ്കരമായിട്ടുള്ള ആ ജോലികളുണ്ട്. ആ മൊത്തം വേസ്റ്റ് എല്ലാം ഞങ്ങൾ തന്നെ ആ പിറക്കും. ടൂറിസത്തിന്റെ ഏരിയ എവിടം വരെയുണ്ടോ അവിടെ വരെ ഞങ്ങള് 3 സ്റ്റാഫുള്ളൂ. ആ ശരി. അപ്പൊ എല്ലാ കാര്യവും ഞങ്ങൾ അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഇടുക്കിയിൽ നിന്ന് ആൾക്കാർ വന്നപ്പോ സാറൊക്കെ വന്നപ്പോ ഞങ്ങൾ പറഞ്ഞു ഇവിടെ പഞ്ചായത്തിന്റെ ആയിട്ട് എന്തെങ്കിലും. ആ ആ അതിന് കഴിഞ്ഞ പ്രാവശ്യം തൊഴിലുറപ്പ് പെട്ടവര് അവിടുത്തെ ശരിക്കും പഞ്ചായത്താ കഴിഞ്ഞല്ലേ? ആ ഞങ്ങൾ ഇവിടുന്ന് സെക്യൂരിറ്റിമാരും ഞങ്ങളെല്ലാം പോയായിരുന്നു. 2-3 ദിവസം കൊണ്ട് അവിടെ കറക്റ്റ് ചെയ്തു. ഇത്രയും നല്ല സ്ഥലമേ ശരിക്കും പരിസരം ഒന്നും അവിടെ എല്ലാം നല്ല ഇതല്ലേ കിടക്കുന്നത്. ഇവിടെ കുറെ വേസ്റ്റ് ഞങ്ങളെ വണ്ടി ഇട്ടേക്കുന്നിടത്തെല്ലാം. ഇത് ആരാണ്ട് പരാതിയാന്നും പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാർ ഇടുക്കിയിൽ നിന്ന് ഇവിടെ വന്നായിരുന്നു. അപ്പൊ ഇതിന്റെ അകമൊന്നും അവർക്കൊന്നും ഇല്ല. നീറ്റായിട്ട് തന്നെ. ഇപ്പോൾ ഇവിടെ എൻട്രി ഫീ ഉണ്ട്. 5 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് ഫ്രീയാണ്. 5 തൊട്ട് 10 വയസ്സുള്ളവർക്ക് 15 രൂപ, മുതിർന്നവർക്ക് 25 രൂപ, സീനിയർ സിറ്റിസൺസിന് 15 രൂപ, ക്യാമറയ്ക്ക് 60 രൂപ. പിന്നെ അല്ലാണ്ട് വെഡ്ഡിങ് ഷൂട്ടും പ്രീ വെഡ്ഡിങ് ഷൂട്ടും അങ്ങനെ കുറേ ഷൂട്ടിനൊക്കെ വേറെ സെപ്പറേറ്റ് ചാർജും ഉണ്ട്. ഹെലിക്യാമ, അതർ ആൽബം, സിനിമ, സീരിയൽ ഷൂട്ടിംഗ് എല്ലാം ഉണ്ട്. പ്രവർത്തന സമയം രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6:30 വരെ. 6 മണി തൊട്ടുണ്ടല്ലേ? 6 മണി തൊട്ടുണ്ട്. എന്നാൽ നമുക്ക് 15 ഉള്ളോ? അതിനാ നിനക്ക്? ആ അല്ല 15 അല്ല 60 വയസ്സാണ്. 60 വയസ്സുള്ളവർക്കും അതെ. അപ്പം ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ജിപേ ചെയ്തോ? ജിപേ ഒക്കെ ഉണ്ടല്ലോ. കൊച്ച ഇറങ്ങിയില്ല. കൊച്ചാക്കി കുറച്ച് ഫോണൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ നടു ചെറുതായിട്ട് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇറങ്ങിയില്ല, വണ്ടിയിൽ തന്നെ ഇരുന്നു. ഇതിവിടുത്തെ കഫറ്റേരിയ ഉണ്ട്, വാഷ്റൂം ഒക്കെ ഉണ്ട്. നല്ലല്ലേ? നല്ല മണ്ഡപം പോലെ പണിതേക്കുന്നത്. ആ എന്നാ ഏലക്കാട്ടി പണിക്ക് പോകണം? ഞങ്ങൾ ഏലക്കാട്ടി പണിക്ക് പോകുന്നില്ല. ഞങ്ങളുടെ ആരോഗ്യം മുഖ്യം. അത് ചുമയും ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം നല്ല രസമാണ്. മഴ നന്നായിട്ട് തുള്ളുന്നുണ്ട്, കാറ്റും ഉണ്ട്. ഇപ്പം വേണം നമ്മൾ മേളിലോട്ട് കയറാൻ. ഇനിയിപ്പോൾ നമുക്ക് മേളിലോട്ട് പോകാം. മേളിലാണ് വ്യൂ പോയിന്റ് ഒക്കെ. ആ പോട്ടെ. വ്യൂ പോയിന്റിൽ ചുമ്മാ പോകാന്നുള്ളത് മഞ്ഞിനകത്ത്. ഇല്ല, ചിലപ്പോൾ തിരിക്കും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുന്നേ വെയിൽ എഴുന്നില്ലേ, അതുപോലെ ചിലപ്പം എനിക്കൊന്ന് വെതറിന് മൂഡ് സ്വിങ്സ് ആണ്, പെട്ടെന്ന് മാറിക്കൊണ്ട്. അതെ. പിന്നെ മുകളിലേക്ക് കുറേ അങ്ങ് കയറിപ്പോണം. ആ ഇപ്പം ഇവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട്, ശ്രീ ഭുവനേശ്വരി ദേവീക്ഷേത്രം. ഇവിടുന്ന് ഒരു 100 മീറ്റർ അങ്ങോട്ടുള്ളൂ. നമുക്ക് അവിടെ പോയിട്ട് വരാം. ദേവസ്വം ബോർഡ് ക്ഷേത്രമാണ്. ആ ഇതാണ് ഇവിടുത്തെ ദേവീക്ഷേത്രം. പുതുക്കി പണിതാന്ന് തോന്നി അടുത്ത കാലത്ത്. ഇവിടെ മഞ്ഞ് കാരണം ഒന്നും കാണത്തില്ല. ഇപ്പോൾ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. സിപ്പ് ലൈൻ ഉണ്ട്, ടോയ് കാർ ഉണ്ട്, ആർച്ചറി, ബോട്ടിങ്, ഇങ്ങനെ വെർച്വൽ റിയാലിറ്റി, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും ഇപ്പം ഇല്ല, കാരണം കോടമഞ്ഞ് ആയതുകൊണ്ട് സിപ്പ് ലൈൻ ചോദിച്ചു, അപ്പോൾ അത് ക്ലോസ്ഡാണ്. ഇവിടുന്ന് സിപ്പ് ലൈൻ. ഇതാ സ്റ്റാർട്ടിങ് പോയിന്റ്. ഇത് കുരിശുമലയും കൂടെ കേട്ടോ. കുരിശുമല കയറാൻ ആൾക്കാർ വരുന്ന. ആ ഇത് നമ്മൾ മുമ്പേ താഴെ നിന്ന് കണ്ടതാ ഈ മണ്ഡപം. ആ ഇവിടെ കുരിശുമലയുണ്ട്. അതുപോലെ തന്നെ മകരവിളക്കിൻ്റെ സമയത്ത് മകരജ്യോതി കാണാൻ വേണ്ടി അയ്യപ്പന്മാരൊക്കെ ഇവിടെ വരുന്ന ആ ഒരു ദിവസം. ഇവിടെ എന്നാൽ ശബരിമലയും പിന്നെ നിലയ്ക്കൽ പാർക്കിംഗ് ഒക്കെ കാണാം. പക്ഷെ മഞ്ഞുള്ള അന്തരീക്ഷമായിരിക്കും. അല്ല ആ സമയത്ത് വെയിലാ, അതുകൊണ്ട് കുഴപ്പമില്ല. ചില ടൈമിൽ അന്നേരം കൂടെ ഇറങ്ങും കേട്ടോ. നമ്മൾ രാവിലെ വണ്ടി നിർത്തിയിട്ട് കുക്ക് ചെയ്ത സ്ഥലമാണ് താഴെ കാണുന്നത്. ആ റോഡ് നമ്മളവിടെ നോക്കിയത്. അതിലേ അങ്ങനെ പോയെ. ഇത് നമ്മൾ ആ ഇല്ലിക്കല്ലിന്റെ പ്രവേശം പോലെ തന്നെയല്ലേ? ഇല്ലിക്കല്ല് കുറച്ചുകൂടെ തൂക്കുമലകളാണ്. ഇത് വെച്ച് പക്ഷേ ഇച്ചിരി സ്ലോപ്പുള്ള മലകളാണ്. ഇടിമിന്നലുള്ള സമയങ്ങളിൽ ആരും മുകൾ ഭാഗങ്ങളിൽ നിൽക്കാൻ പാടില്ല. ഈ ഹൈറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും ഏൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണല്ലോ, അതുകൊണ്ടാണ്. ഇപ്പം മഞ്ഞ് മാറി. നോക്കി നിൽക്കുമ്പോഴാണ് കാലാവസ്ഥ ചേഞ്ച് ആകുന്നത്. എന്നാണേലും നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുക. നമ്മളെ ഇപ്പോൾ പോയ കണയങ്കോയിലാണ് കാണുന്നത്. കണയങ്കോയിൽ പള്ളിയാണ് കാണുന്നത്. അവിടെ വീണ്ടും മഞ്ഞ് മൂടുന്നു. ആ താഴെ കാണുന്നത് അത് ബോട്ടിങ്ങിൻ്റെ ഏരിയ. കുളത്തിലിറങ്ങുന്നത് കർശനമായും നിരോധിച്ചിരിക്കുന്നു. ഇപ്പം ഇതാണ് പാഞ്ചാലിമേട്ടിൽ പാഞ്ചാലി വന്ന് കുളിച്ച കുളം. പക്ഷേ അത് ചെറിയൊരു കുളമായിരുന്നു, അത് വലുതാക്കി. ഞങ്ങൾ ഇതൊരു കുറേ നേരം കുളം തപ്പി നടന്നു. അങ്ങനെ നെറ്റ് നോക്കിയപ്പോൾ നെറ്റിലൊരു കുഞ്ഞു കുളമാണ് കാണിച്ചത്. പക്ഷെ ഇവിടെ ഒന്നും നോക്കിയിട്ടത് കാണാനില്ല. അപ്പോൾ അവിടെ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ആ കുളം ഇപ്പം വലുതാക്കിയെന്ന് പറഞ്ഞു. അതെ, അവിടെ പോയി ഞങ്ങൾ ഇവിടുന്ന് പിന്നെയും തിരിച്ച് ടിക്കറ്റ് കൗണ്ടറിൽ പോയി. അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വലുതാക്കിയെന്ന് പറഞ്ഞു. ബോട്ടിങ്ങിനൊക്കെ ആയിട്ട് വലുതാക്കി പണിതെന്ന് പറഞ്ഞു. പാഞ്ചാലിമേടെന്ന് പേര് വരാൻ കാരണം പഞ്ചപാണ്ഡവർ പണ്ട് വനവാസകാലത്ത് പഞ്ചപാണ്ഡവരും പാഞ്ചാലിയും ഇവിടെ വന്ന് ഒരു വർഷത്തോളം താമസിച്ചെന്നാണ് പറയുന്നത്. അപ്പം അന്ന് അവർ നിർമ്മിച്ച കുളമാണെന്നാണ് ഇത് പറയപ്പെടുന്നത്. അപ്പം ആ കുളം ഇതുപോലെ വലിയൊരു കുളമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് ലേക്കായി, തടാകമായി. അതെ, എന്തായാലും ഞാനത് വിചാരിക്കും ശരി നമുക്കെങ്ങാനും മാറിപ്പോയതാണോ എന്ന് വിചാരിച്ച് കുറേ നേരം നോക്കി.
അത് തന്നെയല്ല, അന്ന് പാണ്ഡവർ താമസിച്ച ഒരു ഗുഹയുണ്ട് ഇവിടെ. പാണ്ഡവ ഗുഹ. ഉം. അത് അങ്ങോട്ട് പോകത്തില്ലെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോകത്തില്ല. അതും അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങോട്ട് ഇപ്പോൾ പോകാനൊന്നും പറ്റില്ല, മൊത്തം തെന്നലായും പിന്നെന്തോ ഫുള്ള് വള്ളിപ്പടർപ്പെല്ലാം കയറി കിടക്കും, അങ്ങോട്ട് വിടുന്നില്ലെന്ന് പറഞ്ഞ ആൾക്കാരെ. അത് നമ്മൾ ആ അമ്പലമില്ലേ ഇപ്പം ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് അവിടുന്ന് കുറച്ച് നടന്നു പോകണമെന്ന് പറഞ്ഞു. ഭീമന്റെ കാൽപ്പാട് ഇപ്പോഴും ആ ഗുഹയ്ക്കകത്തുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം സമയം ഉച്ചയ്ക്ക് 2 മണിയായി. പക്ഷെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നേരെ ഇരുട്ടാറായെന്ന് പറഞ്ഞു, രാത്രി ആകാറായെന്ന് പറഞ്ഞു. ആ കോട ഭയങ്കരമായിട്ട് കൂടിയല്ലോ, നല്ല കട്ടിയായി. ഉം. തൊട്ടടുത്ത് നിന്നാൽ പോലും കാണത്തില്ലാത്ത പോലെ. കാണത്തില്ല. വള്ളിയാങ്കാവ് ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമാണിത്. അപ്പൊ പാഞ്ചാലിമയുടെ കറക്കമെല്ലാം കഴിഞ്ഞു, നിങ്ങൾക്ക് വണ്ടിയിലേക്ക് പോയേക്കാം. മഴ പിന്നെ തുടങ്ങി. മഴ തുടങ്ങി പിന്നെ. മേട് മാത്രം. ഇനി നമ്മൾ പാഞ്ചാലിമേട് തന്നെയല്ലേ ഇനി ഞങ്ങൾ പോകുന്ന കുറെ സ്ഥലങ്ങളൊക്കെ. ശരിയാ. പാഞ്ചാലിമേടിന്റെ ഭാഗങ്ങൾ. എന്തിനാ കൈയോടെ പൊക്കിയിട്ടുണ്ട് കേട്ടോ. 2 പേരിതേ എന്നെ മേടിച്ച ബബിള് പൊന്നൂർണ്ണം മേടിച്ച് ദാമി ഒരെണ്ണം ആ. അപ്പൊ നമുക്ക് അബിയു ടേസ്റ്റ് ചെയ്ത് നോക്കാം. അബി എന്ന് പറഞ്ഞാൽ ചേച്ചിന്നാ കേട്ടോ മേഘാലയയില്, ഗാര ഭാഷയില്. അപ്പൊ ഇതാണ് അബിയു. അബിയു ടേസ്റ്റ് നോക്കിയേ. കൊള്ളാം, മധുരമുണ്ട്. എന്ത് ടേസ്റ്റാ? എന്ത് ടേസ്റ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ കരിക്കും പന്നങ്ങും കൂടെ ചേർന്ന പോലെ ഉണ്ട്. ആണോ? പക്ഷെ കൊള്ളാം സാധനം, ചെറിയ മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാ. ശരിക്കും ഇതിന്റെ നാട് എവിടെ? ചേച്ചിയുടെ നാടാണോ? അല്ല, അഭിമന്യുവിന്റെ. അബിയു നല്ല ടേസ്റ്റാ. മര ഓക്കെ. അതെ, ആര് ഡ്രൈവിംഗ് സീറ്റൊക്കെ കയറ്റി ഇരുത്തിയേ? ഞാൻ ഓടിച്ചോളാം, വേറെ അല്ലാതെ ഇരിക്കത്തില്ല. ഓടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ എന്റെ ചെരുപ്പൂടെ ഒന്ന് എടുത്തു തരണം. ഇപ്പൊ ഇനി ഇവിടെ ലാൻഡ് ചെയ്ത് ഇനി കുറച്ച് കഴിയുമ്പോഴേ ഇവിടുന്ന് പൊങ്ങാൻ പറ്റത്തുള്ളൂ. അതെ, അതുകൊണ്ട് ഇനിയിപ്പോ ചോറിനാൻ വല്ലോ ഇറങ്ങിയാ മതിയല്ലോ. അതുവരെ ഞാൻ ഓടിച്ചോളാം. അതിന് നടന്നു പോകാനൊക്കെ വരാൻ മേലായിരുന്നു. ആ ബസ് പോയേക്കാം. എടുത്തോണ്ട് വരാൻ ആളെയും കൂടെ കൊണ്ടുവരേണ്ടി വരും. സ്റ്റാർട്ട് ചെയ്തപ്പോ ചെരുപ്പല്ലേ എടുത്തരാം. അച്ഛക്ക് നടുവേനല്ലായിരുന്നു, അതാ വരാഞ്ഞത്. നമ്മളെവിടെങ്കിലും പോയിട്ട് വരുമ്പോ ചോറും കറിയൊക്കെ റെഡിയാക്കി വെക്കുന്ന ആളാ. അതിന് മാത്രം കുഴപ്പമില്ലായിരുന്നല്ലോ, അവിടെ നിന്ന് കുക്ക് ചെയ്താ പോരായിരുന്നോ? ഇങ്ങനെ ഇരിക്കുകയാണാ വലിയ കുഴപ്പമില്ല, കിടന്നാ കുഴപ്പമില്ല, നേരെ നിക്കുകയാണാ കുഴപ്പമില്ല. ഈ കുനിഞ്ഞെന്തേലും ഇങ്ങോട്ട് എടുക്കണേ പറ്റത്തില്ല. അവിടെ കുനിഞ്ഞെടുക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ ഈ പാത്രമൊക്കെ അതിനിടയിൽ ആരെടുത്ത് തരും? ഞാൻ തന്നെയല്ലേ ഉള്ളൂ. അത് പോയപ്പോ പറയണ്ടായിരുന്നോ? ഞങ്ങൾ എടുത്ത് വന്നിട്ട് പോകലായിരുന്നു. അരി ഇട്ടിട്ട് പോയായിരുന്നേ നോക്കായിരുന്നു, അത് നോക്കി നിന്നാ മതിയല്ലോ. ഞാൻ ഉച്ചക്ക് എന്നാ കഴിക്കുന്നേ? ചോറ്. എവിടുന്ന്? ഇവിടെ ഇല്ല. അപ്പൊ കടന്ന് കഴിക്കാം അല്ലേ? എന്തായാലും ഉച്ചക്ക് കടന്ന് കഴിക്കാം. വൈകുന്നേരം വെക്കാം, സൂര്യക്ക് സമയം ഉണ്ടല്ലോ വൈകുന്നേരം. എന്ത് വേണമെന്ന് പറഞ്ഞാ മതി. പാഞ്ചാലിമേട് ചെറിയൊരു കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകുന്നു. പക്ഷെ ഇത് നല്ല മഞ്ഞില്ലാത്ത സമയത്താണ് കുറെ സ്ഥലങ്ങളും കൂടെ അതിലെ കാണാനുണ്ടായിരുന്നു. അതിലേക്ക് ക്ലൈമറ്റ് എൻജോയ് ചെയ്യണമെങ്കിൽ ഇതാണ് നല്ലതാ, മഞ്ഞും തണുപ്പും മഴയും. നമ്മൾ അടുത്ത് എങ്ങോട്ടാ? അടുത്ത നമുക്ക് വേണമെങ്കിൽ കുട്ടിക്കാനത്തിന് കയറി പോവാം. ആദ്യം ചോറുണ്ടണം, ദാമിക്കുട്ടി പറഞ്ഞ പോലെ. നമ്മളാ പോയ വഴിക്കൂടെ കറങ്ങി വേണം ഈ താഴത്തെ വഴിക്കൂടെ ഒക്കെ കയറി വരാം. ഇത് വഴിയോ? ആ താഴത്തൂടെ ബസ് അങ്ങനെ പോകുന്നത്. SRTC പോയിന്നാ കണ്ടില്ലേ? അങ്ങോട്ട് അതിലേ പോയിട്ട് തിരിച്ച് ഇതിലേ കയറി വരും. വെക്കേഷനൊക്കെ കഴിഞ്ഞോണ്ടും ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടും വലിയ തിരക്കില്ലാത്ത. അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കാ, ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വരുന്ന ഒരു സ്ഥലമാണ്. 1 ഡേ ട്രിപ്പ് വരുന്ന. അല്ലേലും ഇപ്പൊ ഉണ്ടല്ലോ നമ്മൾ ഈ ഹൈ റേഞ്ചിലേക്ക് വരുമ്പോ ഇപ്പൊ വർക്കിംഗ് ഡേ വരുന്നതാണ് നല്ലത്. അതെ, തിരക്ക് കുറവുണ്ട്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അവിടെ നീ ഇറങ്ങി പോന്നപ്പോ കണ്ടോ എവിടെയെങ്കിലും മഞ്ഞൊന്നും ഇല്ല. ആ റൈറ്റ് സൈഡിലോട്ട് കണ്ടോ, ആ മലയിലാ മഞ്ഞ്. മുകളിലേക്ക് മഞ്ഞ. നമുക്ക് പാണ്ഡവ ഗുഹയിലേക്ക് പോകാൻ പറ്റാന്ന് എന്നാന്നറിയോ? അത് വനത്തിന്റെ അണ്ടറിലാ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാ, വനത്തിലാ. അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. ഇല്ല, അമ്പലത്തിന്റെ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്, അങ്ങോട്ട് പോണം. അപ്പോൾ നമ്മൾ ഇതേ തിരിച്ച് KK റോഡിലെത്തി, മുറിഞ്ഞപുഴ എത്തി. എന്നെ പെട്ടെന്നല്ലേ തിരിച്ചു വന്നേ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ മുണ്ടക്കയം, റൈറ്റിലേക്ക് പോയാൽ കുട്ടിക്കാനം, കട്ടപ്പന, കുമളിയൊക്കെ പോവാം. റൈറ്റിലേക്ക് തിരിച്ചു. കുട്ടിക്കാനം പോട്ടെ, കുട്ടിക്കാനത്തേക്ക് പോട്ടെ. നോക്കിയിട്ട് തിരിക്കണം, എന്നാന്നറിയോ? വണ്ടികൾ പറന്നു വരും. അപ്പൊ നമുക്ക് കുട്ടിക്കാനത്തേക്കുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.